ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓഡിയബിൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അക്കൗണ്ടൻസ് അക്കാഡമിയുടെ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് സൺഡേ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CA എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, CA കോഴ്സ് ചെയ്യാം എന്നുള്ളൊരു വെബിനാർ നമ്മൾ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ഒരു CMA എങ്ങനെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആവാം എന്ന് പറയുന്ന നമ്മുടെ വെബിനാറിലേക്ക് നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു മോർ ദാൻ 30 സ്റ്റുഡൻസിന് ജോയിൻ ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓഡിയബിൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാര്യങ്ങൾ. എൻ്റെ പേര് റെനിൽ, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഈ വെബിനാറിൽ നമുക്ക് ഒരാൾ കൂടി ഉണ്ട്, CMA നിസാമുദ്ദീൻ. പുള്ളി ഓൾറെഡി അവൈലബിൾ ആണ്. നിസാമുദ്ദീൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് നിസാമുദ്ദീൻ. അക്കൗണ്ടൻസ് അക്കാഡമിയുടെ നിങ്ങൾക്കറിയാം, അക്കൗണ്ടൻസ് അക്കാഡമി നമ്മുടെ ഓൾ കേരള ലെവൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന അക്കാഡമിയാണ്. ഈ അക്കാഡമിയുടെ ട്രെയിനിങ് വിങ്ങും അല്ലെങ്കിൽ ഓഡിറ്റ് വിങ്ങും രണ്ട് വിങ്ങാണ് നമുക്ക് ജനറലി അക്കൗണ്ടൻസ് അക്കാഡമിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ്ങും അതുപോലെ ഓഡിറ്റിങ്ങും. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും, കൺസൾട്ടൻസി, എവരിത്തിങ്. അതായത് സ്റ്റുഡൻസിനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശിച്ചു കൊണ്ട് വന്നിരിക്കുന്ന ഏക അക്കാഡമിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അക്കൗണ്ടൻസ് അക്കാഡമി. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് തിയററ്റിക്കൽ നോളജ് അല്ല വേണ്ടത്, പ്രാക്ടിക്കൽ നോളജ് എസെൻഷ്യൽ പാർട്ടാണ് എന്ന് മുന്നോട്ട് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ലീഡ് ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു അക്കാഡമി എനിക്ക് തോന്നുന്നു അക്കൗണ്ടൻസ് അക്കാഡമി തന്നെ ഉള്ളൂ. അതുകൂടാതെ ഇത്രയധികം ചാർട്ടേഡ് അക്കൗണ്ട്സ്, CMA, CS, ACCA സ്റ്റുഡൻസ്, സെമി ക്വാളിഫൈഡ് സ്റ്റുഡൻസ്, ക്വാളിഫൈഡ് സ്റ്റുഡൻസ്, ഇതുപോലെ ഒരുപാട് പേര് ഡയറക്റ്റ് ആയിട്ട് തിയറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാരലലി പ്രാക്ടീസും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അക്കൗണ്ടൻസ് അക്കാഡമിക്ക് ഒരു അസറ്റാണ്. അത് മാത്രമേ ഉള്ളൂ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ മെയിൻ ആയിട്ടുള്ള അസറ്റ് എനിക്ക് തോന്നുന്നു. സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് അവരുടെ പ്രാക്ടിക്കൽ സിനാരിയോ മനസ്സിലാക്കാനും പഠിച്ചിരിക്കുന്ന തിയറികളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനും അക്കൗണ്ടൻസ് അക്കാഡമി നമുക്കൊരു വേദി ഒരുക്കി തരുന്നുണ്ട് ഓരോ സ്റ്റുഡൻസിനും. സോ അക്കൗണ്ടൻസ് അക്കാഡമി നടത്തുന്ന ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CA, CMA, ACCA ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന അക്കാഡമി ഇന്ന് നമുക്കൊരു വെബിനാർ തന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും എങ്ങനെയാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് സ്റ്റെപ്പ് വെക്കാനും എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാനും ഏതൊക്കെ സിലബസ് ആണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാനും എത്ര ഫീസ് ഇൻക്ലൂഡ് ആണെന്ന് മനസ്സിലാക്കാനും ഇതിന്റെ സ്കോപ്പ് എന്താണ് ഇന്നത്തെ ഇക്കോണമിയിൽ എന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ ഒരു വെബിനാർ ഉപകരിക്കപ്പെടും. നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനും ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ട്സുകളോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് ഓൾറെഡി ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നമ്മുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓഡിറ്റ് സെക്ഷൻ വിങ്ങിലുള്ള വേറൊരു പ്രാക്ടീസിങ് CMA നിസാമുദ്ദീൻ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 1 hour പ്രോഗ്രാം നമുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങളത് ശരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് കൺഫ്യൂഷൻസിന് ആൻസർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അക്കൗണ്ടൻസ് അക്കാഡമി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി ഞാൻ ആദ്യം നമുക്ക് ഈ അക്കൗണ്ടൻസ് അക്കാഡമിയോട് വലിയൊരു താങ്ക്സ് പറയാം. കാരണം നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും അത് ബെനിഫിറ്റ് ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ എന്താണ് ശരിക്കും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്? എനിക്ക് തോന്നുന്നത് ജനറലി ഓരോ സ്റ്റുഡൻസും, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു, 10ാം ക്ലാസ് കഴിയുന്നു, +2 കഴിയുന്നു, +2 കോമേഴ്സ് ആവാം, സയൻസ് ആവാം, പിന്നെ വേറെ മറ്റു ഗ്രൂപ്പുകളാവാം, ഏത് ഗ്രൂപ്പ് ആവാം, ഇതെല്ലാം പഠിച്ച് അക്കൗണ്ടിങ് പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊഫഷനിലേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവര് അത് പഠിച്ചു കഴിഞ്ഞ് നമുക്ക്
എന്താണ് ആവേണ്ടത് അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനിലേക്കാണ് തിരിയേണ്ടതെന്ന് വരുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരുപാട് പ്രൊഫഷൻസിൽ ഒരെണ്ണമാണ് എനിക്ക് തോന്നുന്നു CMA. ഈ CMA എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു ചില കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് CA ടഫ് ആയതുകൊണ്ട് CMAക്ക് പോവാം, അല്ലെങ്കിൽ CA എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ഇതുപോലെ തെറ്റിദ്ധാരണകളാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഉള്ളത്. എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ അക്കൗണ്ടൻസ് അക്കാഡമിയിൽ ഓരോ സ്റ്റുഡൻസിനെയും ഞങ്ങൾ പ്രാക്ടിക്കൽസ് കൊണ്ടുവരുമ്പോൾ പ്രാക്ടിക്കൽ വർക്കിലേക്ക് അല്ലെങ്കിൽ റിയൽ സിനാറിയിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് വരുമ്പോൾ ഞങ്ങളുടെ വിങ്ങിലാണ് അത് വരുന്നുണ്ടാവുക. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസ് എനിക്ക് മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് സ്റ്റുഡൻസ് CMA എന്ന് പറയുന്ന കോഴ്സിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ആദ്യം തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അല്ല, നിങ്ങൾ എന്താണ് CMA കോഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. ഓക്കെ, സോ ശരിക്കും CA അല്ലെങ്കിൽ CMA എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ പ്രൊഫഷൻ. CA എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ എന്നീ പറയുന്ന ഏരിയകളിൽ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ജനറലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ. CMA എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രൊഫഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു +2 സ്റ്റുഡൻസ് ഇവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവാം, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവാം, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡിപ്ലോമയോ അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടാവാം. എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വേണം. CA എന്ന് പറയുന്ന പ്രൊഫഷനും CMA എന്ന് പറയുന്ന പ്രൊഫഷനും രണ്ടും രണ്ടാണ്. 70% സിലബസും എനിക്ക് തോന്നുന്നു സെയിം ആയിരിക്കാം, പക്ഷെ എന്നാൽ പോലും പ്രൊഫഷണലി രണ്ടും രണ്ടാണ്. പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും രണ്ടും രണ്ടാണ്. റോളും അല്ലെങ്കിൽ സ്കോപ്പും ഓപ്പർച്യൂണിറ്റിയും രണ്ടും രണ്ടാണ്. അപ്പോൾ എല്ലാത്തിനും വ്യത്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കമ്പാരിസൺ ആണ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് CA, എന്താണ് CMA? ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഒരു കമ്പനി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കമ്പനി ആഗ്രഹിക്കുന്നു ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഔട്ട്സോഴ്സ് ചെയ്യണോ വേണ്ടയോ? ഇപ്പോ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ലേബർ വേണം, തൊഴിലാളികൾ വേണം. നമുക്ക് ആലോചിക്കുന്നു നമ്മൾ റിക്രൂട്ട് ചെയ്യണം, അതല്ല ഔട്ട്സോഴ്സ് ചെയ്യണോ നമ്മുടെ വർക്ക്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ പരിധിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ CMA പഠിക്കുന്നത് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, CMAയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫഷണൽ ബിസിനസിന്റെ ഡെസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ്. അതുകൊണ്ട് തന്നെ പാർട്ട് ഓഫ് ബിസിനസ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വരാം. CMA എന്ന് പറയുന്ന പ്രൊഫഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി അറിയാം, വളരെയധികം ബിസിനസ്സിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിൽ ഇതിന് കിട്ടുന്ന ഈ CMA പ്രൊഫഷന്റെ ഓരോ ഡെസിഷൻസും ബിസിനസ്സിനെ എല്ലാ ആംഗിളിലും ഇമ്പാക്ട് ചെയ്യും. ആ ഇമ്പാക്ട് പോസിറ്റീവായി മുന്നോട്ട് വരണമെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആവണം. ഈ ഡെസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആവണമെങ്കിൽ ക്വാളിഫൈഡ് CMAs തന്നെ കമ്പനികൾക്ക് വേണ്ടി വരും. ഇപ്പൊ വരാൻ പോകുന്ന സിനാറിയോ നിങ്ങൾക്കറിയാം. ഇപ്പോ കോവിഡ് ഇമ്പാക്ട് ചെയ്യണം, ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ വരുന്നുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കില്ലുള്ള ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരാളെ ഓരോ കമ്പനികൾക്ക് ഇനി വേണ്ടി വരും. അപ്പൊ CA എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട് പ്രൊഫഷൻ അത് സ്കില്ലില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് സ്കില്ല് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി CMA എന്ന് പറയുന്ന പ്രൊഫഷൻ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഓൾറെഡി നമ്മുടെ വിങ്ങിലുള്ള നിസാമുദ്ദീൻ ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഒരുപാട് CS നമ്മുടെ അക്കൗണ്ടൻസ് അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾ തന്നെയാണ് ഫാക്കൽറ്റീസ് ആയിട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് തരുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സിനാറിയോ ഞങ്ങൾക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ആദ്യം നിങ്ങളുടെ ബ്രെയിനിൽ CA എന്ന് പറയുന്ന കോഴ്സും CMA എന്ന് പറയുന്ന കോഴ്സും രണ്ടും രണ്ടാണെന്നും
രണ്ട് പ്രൊഫഷനും ചെയ്യേണ്ട ജോലികൾ രണ്ടാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സി എ ജോയിൻ ചെയ്യാത്ത ആൾക്ക് അല്ലെങ്കിൽ സി എ താല്പര്യമില്ലാതെ സി എയിൽ നിൽക്കാത്ത ആൾക്ക് സി എം എ ജോയിൻ ചെയ്യുകയും ഇത് ഒരു എന്താ പറയാ ഒരു ബ്രദർ അല്ല, സി എയുടെ ഒരു ബ്രദർ അല്ല സി എം എ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടും ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻസ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന രണ്ട് ഇൻഡിപെൻഡന്റ് പ്രൊഫഷൻസ് ആണ്. നിങ്ങൾ വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഇത് പോസിറ്റീവായിട്ട് വേണം. നിങ്ങളുടെ ടേസ്റ്റ് ഏതിലാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതിലാണ് എന്ന് നോക്കിയിട്ട് വരെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുക. സോ സി എ സി എം എ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടായിട്ട് കാണും. വളരെയധികം പോസിറ്റീവായിട്ട് തോന്നും. ദെൻ സി എം എ എന്ന് പറയുന്ന പ്രൊഫഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ജനറലി മാനുഫാക്ചറിങ് കമ്പനികൾക്കാണ് എന്നതാണ്. ഞാൻ സ്യൂട്ടബിൾ എന്നാണ് എഴുതിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി എം എ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഫിനാൻസ് ഡെസിഷൻ മേക്കിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഡെസിഷൻ എടുക്കുന്ന സമയത്ത്, ഒരു പ്രൊഫഷണൽ ഒരുപാട് പ്രൊഫഷണൽസിന് നിങ്ങൾക്ക് ആവശ്യം വരും. അതെനിക്കറിയാം. ഇപ്പൊ എഞ്ചിനീയേഴ്സ് ആവാം, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവാം, സി എം എ ആവാം, കമ്പനി സെക്രട്ടറീസ് ആവാം. ഒരുപാട് പേര് ഇതിൽ ഡെസിഷൻ മേക്കിങ്ങിൽ, ക്രിട്ടിക്കൽ ഡെസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊരു വലിയ റോള് തന്നെ സി എം എ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിന് ഉണ്ട്. സോ ഏത് കമ്പനികൾക്കും നമുക്ക് എന്താണ് സി എം എ അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ സി എം എ യൂസ്ഫുൾ ആണ്. മാനുഫാക്ചറിങ് ഒരുപാട് സ്റ്റുഡൻസിന്റെ മനസ്സിൽ അതാണ് വരുന്നത്. സി എം എ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കമ്പനിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ. അതൊരിക്കലും അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഓപ്പറേഷൻ നടത്തുന്ന, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു 10 ബസ് ഉണ്ട്. ആ 10 ബസ് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആണ്. ആ 10 ബസ് എത്ര രൂപയ്ക്ക് മിനിമം ചാർജ് ചെയ്യണം, ഇത് ഫിക്സ് ചെയ്യേണ്ടത് ആരാണ്? ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. സോ നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കുക. സി എം എ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കമ്പനികൾക്ക് മാത്രമല്ല, സർവീസ് ആവാം, ട്രേ. അപ്പൊ എല്ലാ കമ്പനികളിലും നമ്മുടെ സി എം എ എന്ന് പറയുന്ന കോഴ്സിന്റെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ് കൂടി വരികയാണെന്ന് മനസ്സിലാക്കി. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം ഞാൻ കേൾക്കാറ് സാധാരണ, സി എ ടഫ് ആണ്, സി എം എ ഈസിയാണ്. ഈ ഒരു സ്റ്റാൻഡ് ആക്ച്വലി നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല ആസ് എ പ്രൊഫഷണൽ. അപ്പൊ ഇവിടെ നമ്മുടെ പ്രൊഫഷണൽസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ വരുമ്പോ സി എ എന്ന് പറയുന്നത് ടഫും സി എം എ എന്ന് പറയുന്നത് ഈസി ആണെന്നുള്ളൊരു മാനസികാവസ്ഥ സ്റ്റുഡൻസിന് ഉണ്ടാവാറുണ്ട് സാധാരണ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സി എ എന്ന് പറയുന്ന കോഴ്സിനാണെങ്കിലും സി എം എ എന്ന് പറയുന്ന കോഴ്സിനാണെങ്കിലും ടഫാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് ഡിറ്റർമിനേഷനോടുകൂടി മുന്നോട്ട് പോയി എല്ലാ രീതിയിലും നിങ്ങൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രൊഫഷനാണ് സി എ സി എം എ. വളരെയധികം ലേസി ആയിട്ട് അലക്സന്മാർക്ക് ഒരു പക്ഷെ ഇത് പറയാൻ പറ്റുമായിരിക്കാം. നമ്മൾ അലക്സന്മാരായിട്ടല്ല ചിന്തിക്കുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് വളരെയധികം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മൾ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫഷൻ രണ്ടും ഒരു തരത്തിലും ടഫ് അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മളാണ് അത് ടഫാക്കി മാറ്റുന്നത്. അപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് പോവുക. സി എ ആണെങ്കിലും സി എം ആണെങ്കിലും രണ്ടും ടഫ് അല്ല. വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു അക്കൗണ്ടൻസ് അക്കാഡമി വളരെയധികം ഈസി ആയിട്ടാണ് അത് സ്റ്റുഡൻസിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അക്കൗണ്ടൻസ് അക്കാഡമിയിലെ കോഴ്സുകളിൽ സി എക്കും സി എം എക്കും വരുന്ന റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യുന്ന എനിക്കറിയാം, വളരെയധികം ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രൊഫഷണലി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടഫ് എന്ന് പറയുന്ന വേർഡ് ദയവായിട്ട് യൂസ് ചെയ്തിരിക്കുക. നമുക്ക് മുന്നോട്ട് പോകും. ഓക്കെ, ഇനി ഞാൻ എന്താണ് അല്ലെങ്കിൽ സി എം എ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നു. എന്താണ് സി എം എ കോഴ്സ്, എവിടെയാണ് നമ്മുടെ ജോബ്, എങ്ങനെയാണ് കമ്പാരിസൺ എന്നെല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. സി എം എ എന്ന് പറയുന്ന കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI എന്ന് പറയുന്ന ഷോർട്ട് ഫോം വിളിക്കുന്ന ഒരു ബോഡിയാണ്, പ്രൊഫഷണൽ ബോഡിയാണ് അത് ഗവേൺ ചെയ്യുന്നത്. ആ ICAI മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മൾ സി എം എ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ 3 ആൽഫബറ്റ്സ് നിങ്ങളുടെ പേരിന് മുമ്പ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. സോ നമ്മൾ സി എം എ ആയിക്കഴിഞ്ഞു. സി എം എ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആസ് പെർ 31st December 2019 നിങ്ങൾക്കറിയാം 2019 ഡിസംബർ 31 മെമ്പർമാര് 46,246. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയില് 46,246 കോസ്റ്റ് അക്കൗണ്ടൻസേ ഉള്ളൂ, സി എം എ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാം
ഈ ഒരു റേഷ്യോ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ അറിയാം നമ്മൾ ഇതിന്റെ സ്കോപ്പ് എന്താണ്. CMA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോപ്പ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ വേർഡ് മാത്രം മതി. വളരെ ലിമിറ്റഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇനി മുന്നോട്ട് പോകാനും ഇത് മനസ്സിലാക്കാനും. അത് മാത്രമല്ല, ഇതിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണലി നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം. മെമ്പേഴ്സിന്റെ കൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ മാറ്റം ഉണ്ടാവും. മോർ ദാൻ 5,50,000 സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് CMA ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി. CMA പഠിച്ചു അപ്പോൾ വളരെ മെമ്പർ ആവാൻ വേണ്ടി, ICAI മെമ്പർ ആവാൻ വേണ്ടി. അപ്പൊ നമ്മൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന കാര്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ICAI മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ 46,246 എന്ന് പറയുന്ന മെമ്പർഷിപ്പിൽ ആഡ് ചെയ്ത് വരും. സോ നമ്മൾ ഏർലിയസ്റ്റ് മെമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ സ്കോപ്പ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ചിരിക്കുന്നത്. ദെൻ എങ്ങനെയാണ് ഒരു CMA നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക? 4 സ്റ്റെപ്പാണ് നമുക്ക് CMA ക്വാളിഫൈ ചെയ്യാനുള്ളത്. ഒന്ന് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CAT, നമുക്ക് എന്താന്ന് പറയാം. സെക്കൻഡ് സ്റ്റെപ്പ് ഇന്റർമീഡിയറ്റ്. തേർഡ് സ്റ്റെപ്പ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഫോർത്ത് സ്റ്റെപ്പ് ഫൈനൽ. അപ്പോൾ 4 സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് CMA ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയി നമുക്ക് ഇനി നോക്കണം. എന്താണ് ഫൗണ്ടേഷൻ, എന്താണ് CAT. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ CATയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്യാം. ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലേക്ക് പോവാം. അതിനുശേഷം ഫൈനൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ICAI എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ കോഴ്സും ഓരോ സ്റ്റെപ്പും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നോക്കാം. എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ്? അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് ഓർ CAT എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് 2 രീതിയിൽ വെക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2 രീതിയിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിന് പോവാം, അല്ലെങ്കിൽ CAT എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോവാം. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാം അതെന്താണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജൂണിലും ഡിസംബറിലും ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പറ്റും. ഇപ്പൊ സാധാരണ സ്റ്റുഡൻസ് 10th ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം +2 പാസ്സായാലാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ കോഴ്സിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ +2 പാസ്സായയാൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. ജൂണിലോ ഡിസംബറിലോ 2 തവണ നമുക്ക് എക്സാം വരുന്നുണ്ട് ഒരു വർഷത്തിൽ. എക്സാം എഴുതി നമുക്ക് മാർക്സ് എങ്ങനെയാണ് പാസിംഗ് ക്രൈറ്റീരിയ എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റും. സോ ഫൗണ്ടേഷൻ കോഴ്സിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 4 പേപ്പറാണുള്ളത്. 4 പേപ്പേഴ്സ്, 100 മാർക്സ് ആണ്. അപ്പൊ ടോട്ടൽ 400 മാർക്സിന്റെ എക്സാം ആണ് ഫൗണ്ടേഷൻ കോഴ്സിൽ വരിക. P1, P2, P3, P4. P1 എന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കാനുണ്ടാവുക. ഫണ്ടമെന്റൽസ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് പേപ്പർ നമ്പർ 1. നിങ്ങൾക്കറിയാം ഇക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക്സ് +2 പഠിക്കുന്ന ഒരു ഏരിയ ആണ്. ഇക്കണോമിക്സ് വളരെ ഈസിയാണ്. സെക്കൻഡ്, അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്. ഫണ്ടമെന്റൽസ് ഓഫ് ലോസ് ആൻഡ് എത്തിക്സ്. നിങ്ങൾക്കറിയാം കോൺട്രാക്ട് ആക്ട്, എംപ്ലോയീസ് ലോ, അങ്ങനെ കുറച്ച് ആക്ടുകളുണ്ട്, ലോസ് ഉണ്ട്, അതിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക്സിന്റെ ഫണ്ടമെന്റൽസ് ഇവിടെ പഠിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ. അപ്പോൾ 4 പേപ്പേഴ്സ് ആണ് ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. 100 മാർക്സ് ആണ് ഓരോ പേപ്പറിനും. 400 മാർക്സ് ആണ് നമുക്ക് ടോട്ടൽ മാർക്സ്. 4 പേപ്പറിലും എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് 200 ആണ്. ദാറ്റ് മീൻസ് 50% നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയാലേ നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സ് പാസ്സാവാൻ പറ്റും. അതുമാത്രമല്ല ഓരോ സബ്ജക്റ്റിലും 40% മിനിമം വാങ്ങിക്കാം. ആ ക്ലാരിറ്റി ഞാനൊന്ന് നിങ്ങൾക്ക് തരാം. 4 പേപ്പറാണ് നമുക്കുള്ളത്, 100 മാർക്സ് ആണുള്ളത്, 400 മാർക്സ് ആണുള്ളത്. ഞാൻ പറഞ്ഞു 200 മിനിമം മാർക്ക് കിട്ടിയാലേ നമ്മൾ ക്വാളിഫൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു പോയിന്റ് കൂടെ 40% മിനിമം മാർക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. P1, P2, P3, P4 എന്ന് പറയുന്ന 4 എക്സാമില് 40 മാർക്കാണ് നിങ്ങൾ വാങ്ങിച്ചു നോക്കിയത്. ടോട്ടൽ 160 മാർക്കായിരിക്കും വരിക. സോ അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല, ഓർ നോട്ട് ക്വാളിഫൈഡ് എന്നുള്ള
സ്റ്റേജിലേക്കാണ് പോവുക. കാരണം മിനിമം മാർക്ക് നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പൊ എപ്പോഴാണ് അച്ചീവ് ആവുന്നത് നോക്കാം നമുക്ക്. 4 പേപ്പറിൽ 3 പേപ്പറിൽ 60 മാർക്കും 4ാമത്തെ പേപ്പറിൽ 40 മാർക്സ് ആണ് കിട്ടിയെന്ന് വെക്കുക. 3 പേപ്പറിൽ 60 മാർക്ക് ആണെങ്കിൽ ടോട്ടൽ 180 മാർക്സ് പ്ലസ് 40 220 മാർക്ക്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 200ന് മുകളിൽ അഗ്രിഗേറ്റ് മാർക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഓക്കെ. സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഓരോ ഇൻഡിവിജ്വൽ പേപ്പറിലും 40 മാർക്സിൽ മുകളിൽ വന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ഓക്കെ ആണ്, നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ കോഴ്സ്. ഇനി വേറൊരു സിനാറിയോ ഞാൻ പറയാം. ഫസ്റ്റ് P1 P2 P3 എന്ന് പറയുന്ന 3 പേപ്പേഴ്സിൽ 60 മാർക്സ് വാങ്ങിച്ചു നോക്കുക. ടോട്ടൽ 180 മാർക്സ്. P4 30 മാർക്സ് ആണ് നിങ്ങൾ വാങ്ങിച്ചത്, 30 മാർക്കാണ് നോക്കുക. അപ്പൊ ടോട്ടൽ 210 മാർക്ക് ആയിട്ടുണ്ട്, 210 മാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താ? 200 മാർക്സ് അച്ചീവ് ചെയ്യണം. അത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ബട്ട് സെക്കൻഡ് ക്രൈറ്റീരിയ എന്താ? ഓരോ ഇൻഡിവിജ്വൽ പേപ്പറിലും 40 മാർക്ക് വാങ്ങിക്കണം. അതിൽ ലാസ്റ്റ് പേപ്പർ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല, ഫെയിലായി എന്ന് നമ്മൾ അസംഷൻ. അപ്പോൾ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് വൈസ് ആണ്. ഓരോ പേപ്പർ എഴുതി പാസ്സാവാൻ നമുക്ക് പറ്റില്ല. ഒരു ഗ്രൂപ്പില് 4 പേപ്പറാണ്. ഈ 4 പേപ്പറിൽ ഇൻഡിവിജ്വൽ 40% മാർക്ക് വേണം, അഗ്രിഗേറ്റ് 50% മാർക്ക് വേണം. അപ്പൊ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഇതേ പാസിംഗ് ക്രൈറ്റീരിയ തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ കോഴ്സിലും നിങ്ങൾ മനസ്സിലാക്കുക. സോ അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എങ്ങനെയാണ് പാസ് ആവുക എങ്ങനെയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫൗണ്ടേഷനിൽ പാസിംഗ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു എല്ലാം. ഫൗണ്ടേഷൻ സോ നമുക്ക് അവസാനിപ്പിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞു. ഇനി ഫൗണ്ടേഷന് പകരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ICAI നടത്തുന്ന വേറൊരു സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMA അല്ലാതെ ഒരുപാട് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IFRS സർട്ടിഫിക്കേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ്. അതിലൊരു മേജർ കോഴ്സാണ് നമ്മുടെ CMA എന്ന് പറയുന്നത്. അതുപോലെ ഇവർ കണ്ടക്ട് ചെയ്യുന്ന ICAI കണ്ടക്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് കോഴ്സാണ് സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ. ആ കോഴ്സിൽ 2 പാർട്ടാണുള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2. അപ്പൊ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡന്റിന് ഫൗണ്ടേഷൻ പാസ്സായ ഒരു ഈക്വലൻസി കിട്ടും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡന്റ് +2 കഴിഞ്ഞ് സർട്ടിഫൈഡ് അക്കൗണ്ടിങ് കോഴ്സ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്തു. സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ കോഴ്സിലെ പാർട്ട് 1 ക്ലിയർ ചെയ്തു എന്ന് വിചാരിച്ചാൽ, സോ പുള്ളിക്ക് പിന്നെ ആ സ്റ്റുഡന്റിന് പിന്നെ എന്താ ആവശ്യമില്ല, ഫൗണ്ടേഷൻ എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോ 2 തരത്തിലാണ് CMA എന്ന് പറയുന്ന പ്രൊഫഷണലിലേക്ക് നമ്മൾ 2 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യാം, അല്ലെങ്കിൽ സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് കോഴ്സിന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് 1 ഈസ് ഈക്വൽ ടു CMA ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് നമ്മൾ ക്ലാരിറ്റി വേണ്ടത്. ഓക്കെ, ഞാൻ ക്ലാരിഫൈ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സിന്റെ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ICAI പ്രൊവൈഡ് ചെയ്യും. അത് സെപ്പറേറ്റ് കോഴ്സാണ്, സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് ആണ്. CMA എന്ന് പറയുന്ന കോഴ്സുമായി ബന്ധപ്പെടുത്തിയുള്ള കോഴ്സ് എല്ലാം സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ CAT അതിലെ പാർട്ട് 1 കവർ ചെയ്യുന്ന 4 സബ്ജക്ട്: ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ, then 3 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 4th one സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്. സ്റ്റാറ്റ്യൂട്ടറി എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി എന്ന് എഴുതിയിരിക്കുന്നത്, സോറി, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ബിരുദന്മാരാണെന്ന് നിങ്ങൾക്കറിയാം. ഫൗണ്ടേഷൻ കോഴ്സ് എന്ത് ചെയ്യും? ഫൗണ്ടേഷൻ കോഴ്സിന്റെ സബ്ജക്ട് നോക്കും, സ്വാഭാവികമായിട്ടും CATയുടെ സബ്ജക്ട് നോക്കും. നമ്മൾ അതാണല്ലോ ജനറലി ചെയ്യുക. എപ്പോഴും നമ്മൾ ഈസി റൂട്ടാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ഈസി റൂട്ടിലേക്ക് പോകുമ്പോൾ വരുന്നൊരു പ്രത്യേകത ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഫൗണ്ടേഷൻ കോഴ്സിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്, CAT എന്ന് പറയുന്നത്. അപ്പൊ ബിരുദന്മാർ എന്താ ചെയ്യും? സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് ആയിരിക്കും വരിക. അത് അപ്പൊ ജനറലി ഞാൻ പറയുന്നത് CAT എന്ന് പറയുന്ന കോഴ്സ് ആണ് മിക്ക സ്റ്റുഡൻസും ഓപ്റ്റ് ചെയ്യാറ്. കാരണം കുറച്ചുകൂടി കംഫർട്ട് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമുക്ക് സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ. അതുകൂടാതെ പാർട്ട് 2 എന്ന് പറയുന്ന ഒരു ഏരിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ
ഒരു സെപ്പറേറ്റ് പ്രൊഫഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെപ്പറേറ്റ് കോഴ്സ് നമ്മുടെ കയ്യിൽ ആഡ് ആവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ജനറലി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്യാറില്ല. മിക്ക സ്റ്റുഡൻസും സർട്ടിഫൈഡ് അക്കൗണ്ട് ടെക്നീഷ്യൻ കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പാർട്ട് 1 ആണ് നോക്കാറ്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്കറിയാം, ഞാൻ ഒന്നുകൂടെ പറയാം, ഫൗണ്ടേഷൻ കോഴ്സ് 4 പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഒരിക്കലും ഒബ്ജക്റ്റീവോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ അല്ല. റൈറ്റ് എഴുതി നമ്മൾ പാസ്സായി പോകണം. പക്ഷേ CAT എന്ന് പറയുന്ന കോഴ്സിന്റെ പാർട്ട് 1ന്റെ പ്രത്യേകത എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പാസിംഗ് ക്രൈറ്റീരിയ സെയിം തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. അപ്പോ നിങ്ങൾ CMA എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സർട്ടിഫൈഡ് അക്കൗണ്ട് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റ് പാർട്ട് 1 എന്ന് പറയുന്ന ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഫൗണ്ടേഷൻ കോഴ്സിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്റർ എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. അതിന്റെ ഒരു ബേസ് ആയിട്ട് മാറും എന്നതാണ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു ബ്യൂട്ടി. സോ ഏത് റൂട്ട് വേണം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ CAT പാർട്ട് 1 ഓർ ഫൗണ്ടേഷൻ. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് നോക്കാം, ഇന്റർമീഡിയറ്റ് കോഴ്സ്. ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമീഡിയറ്റ് കോഴ്സ് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കോഴ്സാണ് ഇന്റർമീഡിയറ്റ് കോഴ്സ്. അല്ലെങ്കിൽ CATയുടെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർമീഡിയറ്റ് കോഴ്സിന്റെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ഇന്റർമീഡിയറ്റ് കോഴ്സിന് ചെയ്യാൻ പറ്റും. അതിനെ ഡയറക്റ്റ് എൻട്രി എന്നാണ് വിളിക്കുക. ഇപ്പൊ ഗ്രാജുവേറ്റ്സ് ആയ സ്റ്റുഡൻസ് ആരെങ്കിലും നമ്മുടെ ഈ ഇതിലുണ്ടെങ്കിൽ, വെബിനാറിലുണ്ടെങ്കിൽ, ആ സ്റ്റുഡൻസ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, ആർട്സ് ഗ്രാജുവേഷൻ നിങ്ങൾ പലരും പല ഇതെടുക്കുന്നുണ്ടാവും, കൊമേഴ്സ് ആവാം നോൺ കൊമേഴ്സ് ആവാം. അപ്പൊ നോൺ കൊമേഴ്സിൽ തന്നെ ഫൈൻ ആർട്സ് ഉണ്ടാവും. ഫൈൻ ആർട്സ് ഒരിക്കലും എന്തല്ല ഗ്രാജുവേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ അത് +2 ക്വാളിഫിക്കേഷൻ തന്നെ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഗ്രാജുവേഷനിൽ ഒരിക്കലും ഫൈൻ ആർട്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഇന്റർമീഡിയറ്റ് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ ജനറലി എല്ലാ ഗ്രാജുവേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഗ്രാജുവേഷൻ ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ കോഴ്സിന് എക്സംഷൻ ഉണ്ട്, അതിന് ഒഴിവാക്കിയിട്ടുണ്ട്, എഴുതണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇത് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ CA പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ഇന്റർ ഉണ്ട്, CAയുടെ ഇന്റർ. അത് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് വേണമെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? CMAയുടെ ഇന്റർ കോഴ്സിലേക്ക് വരാൻ പറ്റും. അവർക്ക് അവിടെ ഫൗണ്ടേഷൻ ആവശ്യം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ള പേർ ഒന്നുകിൽ CMAയുടെ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കാറ്റ് പാർട്ട് 1 കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ CA ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ CS കമ്പനി സെക്രട്ടറിയുടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇന്റർമീഡിയറ്റ് കോഴ്സ് നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഈ വെബിനാറിലുള്ള ഓരോ സ്റ്റുഡൻസിന്റെയും ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ എനിക്ക് എന്താണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും ഞാൻ ഏത് പോസ്റ്റിലാണ് നിൽക്കുന്നത്, ഞാൻ +2 ആണോ, ഞാൻ ഫൗണ്ടേഷൻ ആണോ ചെയ്യേണ്ടത്, അതോ ഇന്റർമീഡിയറ്റ് ആണോ ഡയറക്ടർ ചെയ്തെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്റർമീഡിയറ്റ് എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക? 2 ഗ്രൂപ്പാണ് നമുക്കുള്ളത്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. അപ്പോൾ ഒന്നുകിൽ 2 ഗ്രൂപ്പും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് നിങ്ങൾക്ക് പാസ് ആവാം. ഏതാണെങ്കിലും കുഴപ്പമില്ല, ഗ്രൂപ്പ് വൈസ് ആണ് നമുക്ക് എക്സാം വരുന്നത്. ഓക്കെ, ദെൻ ജനറലി ICAയുടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്കറിയാം 1 വർഷം 2 തവണ ഉണ്ടാവും. അത് ഇതിനും അപ്ലിക്കബിൾ തന്നെയാണ്. രജിസ്ട്രേഷൻ ഫീസ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സബ്ജക്ട് ടു റൂൾ ആണ്. ആവശ്യത്തിന് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, എന്നാലും ജനറലി ഉള്ള 20,000 ആണ് വരിക. പാസിംഗ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 40% ഇൻഡിവിജ്വൽ പേപ്പറിൽ, 50% അഗ്രിഗേറ്റ് വേണം. ഗ്രൂപ്പ് വൈസ് ആണ് നോക്കേണ്ടത്, 2 ഗ്രൂപ്പും അല്ല. പിന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അത് ഞാൻ പറയാം. സെറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഗ്രൂപ്പ് വൈസ് എക്സാമ്പിൾ. 2 ഗ്രൂപ്പ് എഴുതുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് 1 200 മാർക്സ് വേണം പാസ്സാവാൻ, ഗ്രൂപ്പ് 2 200 മാർക്സ് വേണം പാസ്സാവാൻ, നിങ്ങൾക്കറിയാം. അതുകൂടാതെ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് എത്ര വേണം? 40 വേണം നിങ്ങൾക്കറിയാം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഗ്രൂപ്പ് 1 ഒരു സ്റ്റുഡന്റിന് 4 പേപ്പറിൽ 60 മാർക്ക് വെച്ച് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 4 × 60 240 മാർക്കാണ് ആ കുട്ടിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരുമിച്ച് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡൻസിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് എഴുതുന്ന കാര്യമല്ല.
ഒരു തവണ ഒറ്റ സിറ്റിംഗിൽ 1 സിറ്റിംഗിൽ 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗ്രൂപ്പ് 1 60 മാർക്ക് വെച്ചിട്ട് ഓരോ സബ്ജക്ട് വാങ്ങിച്ചു. സോ 240 മാർക്സ് ഗ്രൂപ്പ് 1 വാങ്ങിച്ചു. ഗ്രൂപ്പ് 2 മിനിമം 40 വെച്ച് 4 പേപ്പർ വാങ്ങിച്ചു. ടോട്ടൽ 160 മാർക്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ ബേസിക് നോളജ് വെച്ച് നമ്മൾ എന്താ പറയുക, ഗ്രൂപ്പ് 1 അവൻ പാസ്സായി, ഗ്രൂപ്പ് 2 ഫെയിലായി. അല്ല, നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണ്? ഗ്രൂപ്പ് 1 വന്നിരിക്കുന്ന എക്സസ് മാർക്കായ 40 മാർക്ക് ഗ്രൂപ്പ് 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്തിട്ട് പാസ്സാവാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 1 200 മാർക്ക് വേണം, ഗ്രൂപ്പ് 2 200 മാർക്ക് വേണം. ഗ്രൂപ്പ് 1 240 മാർക്സ് വാങ്ങിച്ചിട്ടുണ്ട്, 40 മാർക്ക് എക്സ്ട്രാ ഇരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 2 160 മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്, 40 മാർക്കിന്റെ ഷോർട്ട് ഉണ്ട്. അപ്പൊ ആ എക്സസ് 40 ഈ ഷോർട്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഒരേ ഒരു സ്റ്റുഡൻസിന് മാത്രം, 2 ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് എഴുതുന്നവർക്ക് മാത്രം. ക്ലാരിറ്റി വന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ് ബോത്ത് ഗ്രൂപ്പ് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്. സിംഗിൾ ഗ്രൂപ്പ് ആകുന്നവർക്കാണെങ്കിൽ സെയിം 40% മാർക്കിന് ഈച്ച് പേപ്പർ, മിനിമം 50% അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് യാതൊരു മാറ്റമില്ല. അപ്പൊ ഇന്റർമീഡിയറ്റ് കോഴ്സ് കഴിഞ്ഞാൽ നമുക്കൊരു സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ CSS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉണ്ട്. കാരണം അത് നിങ്ങൾ ചെയ്യാൻ കാരണം നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് നിങ്ങളുടെ 3ാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഇന്റർമീഡിയറ്റ്, തേർഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ആ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു CSS കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി ഒരു 3 ഡേയ്സിന്റെ പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ രീതിക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് സ്ലൈഡ് തിരിച്ചു വരാം, നിങ്ങൾ റൂട്ട് ഒന്ന് ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ. നമുക്കൊന്നുകൂടെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് CMA ആവാം? ഫൗണ്ടേഷൻ റൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാറ്റ്. ഫൗണ്ടേഷൻ റൂട്ടിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാറ്റ് പാർട്ട് 1 മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് വരണം. ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം CSS എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് 3 ഡേയ്സിന്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ മെയിൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ബിസിനസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് നേടാനുള്ള സമയമായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ അല്ലെങ്കിൽ ആ സ്റ്റെപ്പിൽ നമുക്ക് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 വരുന്ന ഓരോ സബ്ജക്റ്റും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഗ്രൂപ്പ് 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഗ്രൂപ്പ് 1 ലോസ് ആൻഡ് എത്തിക്സ്, ഗ്രൂപ്പ് 1 ഡയറക്ട് ടാക്സേഷൻ, ഗ്രൂപ്പ് 1 കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ 4 പേപ്പറാണുള്ളത് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 2 നോക്കാം ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഗ്രൂപ്പ് 2 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഗ്രൂപ്പ് 2 ഇൻഡയറക്ട് ടാക്സേഷൻ, ഗ്രൂപ്പ് 2 തന്നെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അപ്പോ ഇതാണ് നമ്മുടെ സബ്ജക്ട്സ്. 4 സബ്ജക്ട്സ് ആണുള്ളത് ഓരോ ഗ്രൂപ്പിലും. ക്വാളിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. സോ ക്ലാരിറ്റി വന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രാക്ടിക്കൽ ട്രെയിനിങ്. 3 years പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ICAI റെക്കമെൻഡ് ചെയ്യുന്നത്. 3 years വേണം. ഒരു റിലാക്സേഷൻ കൊടുത്തു. എന്താണ്? 15 monthsന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാം 3 years എന്ന് പറയുമ്പോൾ 36 months ആണ് ടോട്ടൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവുക. അതിന് 15 മാസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ എക്സാം എഴുതാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മിനിമം 15 months പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റിമൈനിങ് 21 monthsന്റെ ട്രെയിനിങ് നിങ്ങൾ ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ചെയ്താലും മതി എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സമയം അവിടെ സേവ് ചെയ്യാൻ പറ്റി. CMA എന്ന് പറയുന്ന കോഴ്സിൽ അപ്പൊ നമുക്കറിയാം 3 yearsന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നെടുക്കുന്ന സമയവും നമ്മുടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം എല്ലാം ഇവിടെ സേവ് ആയി. അപ്പൊ ഏകദേശം ഒരു 2 വർഷം കൊണ്ട് നമുക്ക് CMA എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഈ 21 ടോട്ടൽ 3 years ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ICAIയിൽ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. ICAIയിൽ മെമ്പർഷിപ്പ് കിട്ടാമെന്നുണ്ടെങ്കിൽ 3 years പ്രാക്ടിക്കൽ ട്രെയിനിങ് വേണം. പക്ഷേ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് 15 monthsന്റെ ട്രെയിനിങ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. ക്ലാരിറ്റി വന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് പീരീഡിൽ മോശമല്ലാത്ത ഒരു സ്റ്റൈപ്പൻഡും
പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് അതിൽ ഫിനാൻഷ്യൽ ലോസ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റൈപ്പൻഡ് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. അതുകൂടാതെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ തിയറി പഠിച്ചു, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പഠിച്ചു, ഫൗണ്ടേഷൻ പഠിച്ചു, ഇതെല്ലാം പഠിച്ച് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടൻസ് അക്കാഡമി എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലാണ് അക്കൗണ്ടൻസ് അക്കാഡമി ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പറയുന്ന ഞങ്ങളുടെ ടീമിന്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരൊറ്റ സ്റ്റേജിലാണ്. കാരണം ജനറലി നിങ്ങൾക്കറിയാം, ഇവിടെ ഓൾ കേരള നോക്കുമ്പോൾ ഒരുപാട് അക്കാഡമികൾ പഠിപ്പിക്കുന്നു, CMA, CS, CS എല്ലാം പഠിപ്പിക്കുന്നു. പക്ഷേ പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരേ ഒരു അക്കാഡമി എനിക്ക് തോന്നുന്നു അക്കൗണ്ടൻസ് അക്കാഡമി മാത്രമേ ഉള്ളൂ. ഞാൻ പേഴ്സണലി പറയാൻ കാരണം, പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് മാറ്റുന്ന ഒരുപാട് പേര് CA, CMA, ACCA, സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സെമി ക്വാളി കോസ്റ്റ് എഫക്റ്റീവ്, ഒരുപാട് ടീം അക്കൗണ്ടൻസ് അക്കാഡമിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്ലയൻസിന് വേണ്ടി ഒരുപാട് വർക്കുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം അക്കൗണ്ടൻസ് അക്കാഡമിക്ക് ഉണ്ട്. അതിനൊരു വെൽ ടീം തന്നെ ഉണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ പഠിച്ചിരിക്കുന്ന കാര്യം, അപ്പൊ ഒരു സ്റ്റുഡന്റിനെ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ A to Z അക്കാഡമി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 100% നമുക്ക് മനസ്സിലായി പുള്ളി CMA മെമ്പർ ആയിട്ടാണ് അക്കൗണ്ടൻസ് അക്കാഡമി നിങ്ങളെ പുറത്തേക്ക് വിടുള്ളൂ എന്നാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ജനറലി ഞാൻ മറ്റു അക്കാഡമികളെ ഡിഗ്രേഡ് ചെയ്യുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കാഡമിയുടെ ഒരു ബ്യൂട്ടിയാണ് മനസ്സിലാക്കേണ്ടത്. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ പിന്നിൽ പ്രാക്ടിക്കൽ സിനാറിയോയ്ക്ക് കൊണ്ടുവരാൻ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് ക്വാളിഫൈഡ് പേഴ്സൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് നിങ്ങൾ റിയൽ സിനാറിയോയിലേക്ക് എത്തുന്നത്. അതുവരെ നിങ്ങൾ ബുക്കും നിങ്ങൾ പെന്നും മാത്രമാണ് നിങ്ങൾ ഫെമിലിയർ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സാമിന് പഠിക്കുന്നു, എക്സാം എഴുതുന്നു എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനാണ് നിങ്ങൾ റിയൽ സിനാറിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾക്കൊരു ഒരു ക്രൂഷ്യൽ റോൾ നിൽക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾക്കറിയാം 15 months ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഫൈനൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം, ഞാൻ എന്താണോ ഇന്റർമീഡിയറ്റ് പറഞ്ഞതുപോലെ 2 ഗ്രൂപ്പാണുള്ളത്. ഓരോ ഗ്രൂപ്പ് വൈസ് എക്സാം എഴുതാം, ഒരുമിച്ച് എഴുതാം. പാസിംഗ് ക്രൈറ്റീരിയ സെയിം തന്നെയാണ്. സബ്ജക്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഗ്രൂപ്പ് 1 കോർപ്പറേറ്റ് ലോസ് ആൻഡ് കംപ്ലയൻസസ്, ഗ്രൂപ്പ് 1 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഗ്രൂപ്പ് 1 സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ഡെസിഷൻ മേക്കിംഗ്, ഗ്രൂപ്പ് 1 ഡയറക്ട് ടാക്സ് ലോസ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സേഷൻ. അപ്പോ ഗ്രൂപ്പ് 1 കഴിഞ്ഞു. ഗ്രൂപ്പ് 2 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇൻഡയറക്ട് ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ്, സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് വാല്യുവേഷൻ. ഈ പറയുന്ന 2 ഗ്രൂപ്പാണ് നമുക്കുള്ളത്. 2 ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ് ആണ്. പാസിംഗ് ക്രൈറ്റീരിയ സെയിം തന്നെയാണ്, യാതൊരു ചേഞ്ചും ഇല്ല, ഇന്റർമീഡിയറ്റ് പോലെ തന്നെയാണ്. ഫൈനൽ കോഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ എക്സാമും, ഫൈനൽ കോഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലെ മെമ്പർഷിപ്പ് എടുത്ത് 46,546 മുകളിൽ നിങ്ങൾക്ക് മെമ്പർ ആവാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്താണ് CMA, അല്ലെങ്കിൽ എങ്ങനെയാണ് CMA ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമാണ് ഈ വെബിനാർ നിങ്ങൾക്ക് സക്സസ് ആവുള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം എന്താണ് സ്റ്റെപ്പ്. ഒന്നുകൂടി ഞാൻ പറയാം. ഫൗണ്ടേഷൻ ചെയ്യാം, ഓർ CAT, ഇന്റർമീഡിയറ്റ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഫൈനൽ എന്ന് പറയുന്ന ഈ 4 സ്റ്റേജിലൂടെ നമുക്ക് CMA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടും. ICAI എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡിയിൽ, പാർലമെന്റ് ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽ ബോഡിയിൽ നിങ്ങൾക്ക് മെമ്പർ ആവാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, +2 ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CAT ചെയ്യണം.
ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഗ്രൂപ്പ് 2 ഡയറക്റ്റ് എൻട്രി. റിമൈനിങ് ഞാൻ എല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ദെൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒന്നുകിൽ എംപ്ലോയ്മെന്റ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആവാം. സെൽഫ് എംപ്ലോയിഡ് മീൻസ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൺസൾട്ടന്റ് ആവാം, ഓഡിറ്റ് ചെയ്യാം. ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ പറ്റും. എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഇഒ, CFO, ഓഡിറ്റർ, അനലിസ്റ്റ്, അക്കൗണ്ട് സെക്ഷൻ, ടാക്സ്, ഒരുപാട് സാധ്യതകൾ ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സിലുണ്ട്. CMA എന്ന് പറയുന്ന പ്രൊഫഷനിൽ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും റെക്കഗ്നൈസ് ചെയ്ത പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഹൈ റെമ്യൂണറേഷൻ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത്രയും ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ് ഇനി അക്കൗണ്ടൻസ് അക്കാഡമി, ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന കോഴ്സ് സാധാരണ ചെയ്യുന്ന ഒരുപാട് അക്കാഡമി പോലെയുള്ള ഒരു, അല്ലെങ്കിൽ ഒരു മറ്റുള്ള അക്കാഡമി പോലെയുള്ള ഒരു ഇതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റുഡന്റിന് അവന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് അവനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് അക്കൗണ്ടൻസ് അക്കാഡമി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു സപ്പോർട്ട്, അസിസ്റ്റൻസ് അക്കൗണ്ടൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. ദെൻ ഇപ്പോഴത്തെ സിനാറിയോ നിങ്ങൾക്കറിയാം, കോവിഡ് പോലെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് വീട്ടിലിരിക്കുന്നു. സോ ഓൺലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന LMS എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു അക്കാഡമിയാണ് അക്കൗണ്ടൻസി അക്കാഡമി. ഓൺലൈൻ ട്രെയിനിങ്, ഓൺലൈൻ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം യൂസ്ഫുൾ ആയി എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാം ഓറിയന്റഡ് സ്റ്റഡി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് മോക്ക് ടെസ്റ്റ് എല്ലാം കണ്ടക്ട് ചെയ്ത് ഒരു CMAയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ സ്റ്റെപ്പും അക്കൗണ്ടൻസ് അക്കാഡമി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് അക്കൗണ്ടൻസ് അക്കാഡമി സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു പക്ഷേ ഓൾറെഡി നിങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആവാൻ പോകുന്ന ഒരു കുറെ പേര് ഇതിലുണ്ടാവാം നമ്മുടെ വെബിനാറിൽ. അവർക്ക് നിങ്ങൾക്കൊരു ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ക്വാളിഫൈ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആവാം, നിങ്ങൾക്ക് എവിടേക്കാണ് ഓപ്പർച്യൂണിറ്റി, അതിന്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷനും തിയററ്റിക്കൽ നിങ്ങളുടെ നോളജും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്ന ഒരു അക്കൗണ്ടൻസ് അക്കാഡമിയുടെ ഒരു വലിയൊരു റോള് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ നിങ്ങൾക്ക് അക്കൗണ്ടൻസ് അക്കാഡമിയുടെ വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഫോൺ നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വിളിക്കാനും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റുള്ള എല്ലാ ഏരിയയിലും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓൾറെഡി CMA നിസാമുദ്ദീൻ അവൈലബിൾ ആണ്. ഓക്കെ, നിസാമുദ്ദീൻ അവൈലബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങള് പ്രൊഫഷണൽ വിങ് ഓൾറെഡി ഇവിടെ വർക്ക് നിൽക്കുന്നുണ്ട്, ഈ വെബിനാറിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം. ഒരു ബ്രീഫായിട്ട് ഐഡിയ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അഡ്വാൻസ്ഡ് ഐഡിയാസ് ഒക്കെ നിങ്ങൾ കോഴ്സിലേക്ക് ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റാർട്ടേഡ് അക്കൗണ്ടന്റും ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന CMAയും അവൈലബിൾ ആണ്. സോ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഡൗട്ടുകൾ ചോദിക്കണമെന്ന് ചോദിക്കും. ഓക്കെ, സ്റ്റുഡൻസിന് ചോദിക്കാം. എനി ഡൗട്ട്സ്, എനി കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് അക്കൗണ്ടൻസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള സജഷൻസോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം.
ബാസിൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റുഡന്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ബാസിൽ ആക്ച്വലി രജിസ്ട്രേഷൻ ഫീസ് ആണോ ഉദ്ദേശിക്കുന്നത്, അക്കാഡമിയുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഫീസ് ആണോ ഉദ്ദേശിക്കുന്നത്? എനിക്കതും ക്ലാരിറ്റി ഇല്ല. രജിസ്ട്രേഷൻ ഫീസ് ഞാൻ ഓൾറെഡി ബാസിലിന് അറിയാം. ഫൗണ്ടേഷൻ ഏകദേശം 4000 ആണ് വരിക. 9800 ആണ് CATക്ക് വരിക. ദെൻ 20,000 ആണ് ഇന്റർമീഡിയറ്റ് വരിക. ഫൈനലിന് അറൌണ്ട് 20 ആ റേഞ്ച് ആണ് വരുന്നത്. ഇതാണ് രജിസ്ട്രേഷൻ. ഇത് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് ആണ്. അക്കൗണ്ടൻസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട ഫീസ് ആണെങ്കിൽ ബാസിൽ ചോദിച്ചിട്ടു. ബാസിൽ പറയുന്നു കോഴ്സ് ആണ് അറിയേണ്ടത്. കോഴ്സ് ഫീസ് ആണെന്നുണ്ടെങ്കിൽ ബാസിൽ എനിക്ക് തോന്നുന്നു ബാസിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടൻസ് അക്കാഡമി നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യൂ. ഞാൻ സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് ബാസിലിനെ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ബാസിലിനെ അതൊന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. Accountants Academy already പറഞ്ഞിട്ടുണ്ട്. Coaching fees will be informed directly. So Basil, Accountants Academy will be inform you. Any other doubts? Chat ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. മ്യൂട്ട് സംസാരിക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വെബിനാറിൽ പേരൻസ് ഉണ്ട്. പേരൻസിനും നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സ്റ്റുഡൻസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. നിസാമുദ്ദീൻ, സ്റ്റുഡൻസിന് എന്തെങ്കിലും പറഞ്ഞോളൂ. എന്തെങ്കിലും കോഴ്സുമായി നിസാമുദ്ദീൻ അവൈലബിൾ ആണ്. നിസാമുദ്ദീൻ ഒന്ന് CMA കോഴ്സിന്റെ ഒരു പ്രൊഫഷണൽ, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നന്നായിരിക്കും. പറഞ്ഞോളൂ. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് കോസ്റ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് നമ്മൾ CMAയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ആണെങ്കിലും, അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതുപോലെ ABC കോസ്റ്റ് അനാലിസിസ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ വഴി നമ്മുടെ ബിസിനസിന്റെ ഓരോ ഡിസിഷൻസും, കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ബിസിനസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ +2 കഴിഞ്ഞ് ഇപ്പൊ എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ജൂലൈ 31 വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത ഡിസംബർ ടൈമിൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും.
ഡിസംബർ 2020 ടേമിലേക്കുള്ള രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31-ാം തീയതിയാണ്. അതുപോലെ അടുത്ത ജൂണിലാണ് എക്സാം എഴുതണമെങ്കിൽ നമുക്ക് അടുത്ത ജനുവരി 31 വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവും. അപ്പൊ അതുവരെ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടൈം ഉണ്ട്. പിന്നെ +2 എക്സാം എഴുതിയ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ നിസാം, താങ്ക് യു. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഓർ പാരൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വാളിഫൈഡ് ആയ CMA നിസാമുദ്ദീൻ ഉണ്ട്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളെല്ലാവരും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് നിങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ചോദിക്കാം. പ്രൊഫഷണൽ റിലേറ്റഡ് ആയിരിക്കുന്ന എന്തുമായി ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റി തരാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, യെസ് ബാസിൽ. Okay. Yes. Okay. Thank you very much. Okay. Thank you, Accountants Academy. Okay. Okay. So wind up ചെയ്യാൻ നോക്കുകയാണെങ്കിൽ. Okay. Thank you.